ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാണ്. ഇവിടെ ആദ്യത്തെ കാർഡ് 8 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഫീലിംഗ് സ്റ്റക്കിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവർക്ക് വളരെയേറെ ഒരു സ്റ്റക്ക് എനർജി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓൾഡ് സ്റ്റോറിയാണ് ഈ കാർഡ് പറയുന്നത്. ഹീലിംഗ് നടക്കുന്നുണ്ട്, കാരണം മറ്റുള്ള വ്യക്തികളാൽ അവർ ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് ഈ കാർഡ് പറയുന്നു. മറ്റുള്ള വ്യക്തികൾ 4 വ്യക്തികളെ ഇവിടെ കാണിക്കുന്നു. അത് അവർ ഇന്ന് മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് സോർട്സ് കാർഡാണ്. 2 ഓഫ് സോർട്സ് കാർഡ് പറയുന്നതും എന്താണ്? നിങ്ങളുടെ പേഴ്സൺ 2 വ്യക്തികളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. 4 വ്യക്തികൾ നിങ്ങൾക്കും അവർക്കും ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് 2 വ്യക്തികളാണ്. 2 വ്യക്തികളാൽ അവരുടെ കണ്ണുകെട്ടി എന്നാണ് പറയുന്നത്. അവരുടെ വാക്കു കേട്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് എന്ന് ഇവിടെ കാർഡ്സ് പറയാണ്. ഡിഫിക്കൽട്ട് ചോയ്സിനെയാണ് കാണിക്കുന്നത്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ അവർ പോയിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോയിരുന്നു. അവരിലെ മെമ്മറി ആൻഡ് തോട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു എനർജി കാരണമാണെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ആ ഒരു റിയലൈസേഷനിലേക്ക് അവരെത്തുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ വേദനിക്കുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 4 ഓഫ് സോർട്സ് കാർഡ്. ഇവിടെ 3 കാർഡ് അടുപ്പിച്ച് സോർട്സ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി. ഇവിടെ അവർ ചിന്തിക്കുന്നത് ഒരു ഡീപ്പ് റെസ്റ്റിന്റെ ആവശ്യകത അവർക്ക് വേണമെന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെന്ന വ്യക്തി ഇവിടെ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അവർ ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്. കാരണം അവർ നിങ്ങളെ വളരെയേറെ വേദനിപ്പിച്ചു എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു റിയലൈസേഷനാണ് നടക്കുന്നത്. അവരെന്ന വ്യക്തി ഇന്ന് റിയാലിറ്റി മനസ്സിലാക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം വേദനിച്ചിരുന്നു, നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇവിടെ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ വേദനിച്ച ആ ഒരു വേദനയിലൂടെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ കടന്നു പോകുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് മജീഷ്യനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് മജീഷ്യൻ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ കഴിവിനെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ ടാലന്റിനെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്ന് ഈ കാർഡ്സ് പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നു. ആ ഒരു ആക്ഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കൂ, പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി ആഗ്രഹിക്കൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെ അടുത്ത കാർഡ് പറയാണ്, ദ സ്റ്റാർ കാർഡ്. ഇവിടെ വിഷസ് ഗ്രാൻഡഡ് എന്നാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് അവസരങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പിടിച്ചിരിക്കുന്ന ആ ഒരു ത്രെഡ് നിങ്ങളുടെ കൈകൾ തന്നെ മുറുകെ പിടിക്കാൻ പറയുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്, ഹോപ്പിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരികയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കരിയറാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് അവസരം തന്നെയാണ് കാണിക്കുന്നത്, ഹോപ്പാണ് കാണിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ. ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു തന്നതിൽ താങ്ക് യു പറയൂ. ഗ്രാറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരുവാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇവിടെ ചാരിയറ്റാണ് കിട്ടിയിട്ടുള്ളത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഉറച്ച തീരുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്.
ഇവിടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. കോളോ മെസ്സേജോ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരാണ്, നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അവർ വളരെയേറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. കാരണം അവർ തെറ്റ് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ അവരിലെ ഫൈനൽ പുഷിനെയാണ് കാണിക്കുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ തടസ്സം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കാരണം ഇന്ന് അവർക്കത് മറികടക്കാനായിട്ട് സാധിക്കും. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകും. വലിയൊരു വാണ്ടുണ്ട്, അതിന് താഴെ കാണുന്ന ചെറിയ ചെറിയ വാൺസ് ഉണ്ട്. ആ കാലൊന്ന് എടുത്തു വെച്ചാൽ അവർക്ക് നിങ്ങളിലേക്ക് വരാം. കാരണം അവരാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. ഇത്രയും നാള് നിങ്ങൾക്കും അവർക്കും ഇടയിൽ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇവിടെ തീരുമാനമെടുക്കാൻ സാധിക്കും. തീരുമാനമെടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെയാണ് വാണ്ടുകാട് പറയുന്നേ. ഇവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അവരെന്ന വ്യക്തിയുടെ ഹേർട്ട് എന്താണോ പറയുന്നേ ആ ഒരു കാര്യമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇനി നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ 2 കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. ആദ്യത്തെ കാർഡ് ടൈമാണ്. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അവർ ആക്ഷൻ എടുക്കാനായിട്ട് വൈകിപ്പോയോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവരാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു നോ കോണ്ടാക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് കാരണമെന്ന് അവർ തിങ്ക് ചെയ്യാണ്. സെക്കൻഡ് കാർഡ് മെന്റാണ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. നിങ്ങളുമായിട്ട് പുതിയതായിട്ട് ജീവിതം ആരംഭിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു കണക്ഷൻ വീണ്ടും അവർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് പറയുന്നത്. നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത്. അവർ ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.